നമുക്ക് കുറച്ച് ഉള്ളിനടിയിലാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. വെളുത്തുള്ളിയുണ്ട്, സവോളയുണ്ട്, ചെറിയുള്ളിയുണ്ട്. ഇവയെല്ലാം ഒന്ന് നട്ട് നോക്കാം, ഉണ്ടാവുമെന്നറിയാമല്ലോ. ഞാനിതെല്ലാം ആദ്യമായിട്ട് നടുന്നത് കേട്ടോ, ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ്, ഉണ്ടാവുമെന്നറിയാമല്ലോ. ഇപ്പോൾ കവറിലാട്ടോ നടാൻ പോണത്. ഈ കവറിൽ ഇനി നിറയ്ക്കേണ്ടത് കുറച്ച് കരിയിലയാണ്. കവറിനുള്ളിലേക്ക് കരിയില നിറയ്ക്കാം ആദ്യം. ഇത് ഞാൻ റോട്ടിൽ നിന്ന് രാവിലെ വിറ്റടിച്ച് വരി കിട്ടിയ കരിയിലയാണ്. മൊത്തം ഇനി എല്ലാത്തിലേക്ക് നിറയ്ക്കാം. അത് മൊത്തം നിറച്ചിട്ടുണ്ട്. അവിടെ മുതൽ എല്ലാ കവറിലും ഷവർ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മണ്ണ് നിറയ്ക്കാം. ശരിക്കും പ്ലാവിൻ്റെ ഇല, കൊന്നയുടെ ഇല ഉണങ്ങി നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കൂടുതലും കാപ്പി, തേക്ക, അസിഡിറ്റി കൂടുതലാണ്. കുറച്ച് ഉണങ്ങിയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. എല്ലാം നിറച്ച് കഴിഞ്ഞു. മണ്ണ് നല്ല ലൂസാവണം. മണ്ണൊക്കെ പുറത്തേക്ക് കളയണം. ഇപ്പം കല്ലൊന്നും പാടില്ല. മണ്ണ് പുറക്കാൻ വേണ്ടി സമയം പോയി, സന്ധ്യയായി. നമുക്ക് നടാം അല്ലേ. ഒരു സവോള നട്ടു കേട്ടോ. പകുതി ഭാഗവും മണ്ണിനടി പാടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു സവോള നട്ടാൽ 5-6 കിട്ടുമെന്ന് പറയുന്നത്. ചെറിയുള്ളി നട്ടാൽ 10-12 ചെറിയുള്ളി, ഇതുപോലത്തെ ഒരു ചെറിയുള്ളി നട്ടാൽ 12 ചെറിയുള്ളി കിട്ടും. സവോള നട്ടാൽ ഇതിന് ചുറ്റും 6-7 സവോള കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കാം. കവർ കഴിയില്ല. നമുക്ക് വെളുത്തുള്ളി തട്ടണം. വെള്ളത്തിൽ വെച്ച് മുള
തികയില്ല. ഇനി നാളെ നടാം നമുക്കിത്. സന്ധ്യയായില്ലേ? അപ്പം ഇങ്ങനെയാണ് ഞാൻ സബോള ഉള്ളിയൊക്കെ നടുന്നത് എളുപ്പത്തിൽ. ഇനി നമുക്കിത് ഉണ്ടാകുമോ എന്ന് നോക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ആർക്കെങ്കിലും നടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഇതുപോലെ ഇത് ചെയ്ത് നോക്ക്. അപ്പോൾ ബൈ.